നമസ്കാരം. ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഇലക്ഷൻ സർവേ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പേജാണ് എൻ്റെ കൈവശമുള്ളത്. ഈ പേജ് കാണുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ ഒന്നോ രണ്ടോ ചാനലുകളിൽ പറഞ്ഞ ഒരു വിഷയമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മാധ്യമ പ്രമാണിമാർ കുഴലൂതുന്നത് ആർക്ക് വേണ്ടിയെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. കാരണം അന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്ന ഉടൻ ഇവിടുത്തെ ചില പ്രമാണികളായ മാധ്യമപ്രവർത്തകർ ചാടിയിറങ്ങി കേരളത്തെ ഞെട്ടിച്ച സ്ഥാനാർത്ഥി പട്ടികയാണത്. അതായത് മുഴുവൻ സീറ്റിലും ഇടതുപക്ഷം ജയിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലുള്ള പ്രചരണമാണ് ഈ മാധ്യമങ്ങൾ നടത്തിയത്. അന്ന് ഇത് ആദ്യഘട്ടത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലാണ് മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. സ്ഥാനാർത്ഥികളുടെ മികവ് ഒന്നുകൊണ്ട് മാത്രം പല സ്ഥാനങ്ങളും ജയിക്കും, പല സീറ്റുകളും ജയിക്കുമെന്നും ഇവർ വിലയിരുത്തി. ഇവരുടെ അഭിപ്രായം തേടലിലെ മുഖ്യ ഘടകം നിലവിലെ MP-യുടെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമാണ്. നിലവിലെ MP-യുടെ പ്രവർത്തനം മോശമാണെന്ന് വലിയൊരു താരതമ്യം നടക്കില്ല. പക്ഷെ അന്ന് നിലവിലെ MP-യുടെ പ്രവർത്തനം താരതമ്യപ്പെടുത്താൻ വേറെ MP-മാരധികം ഇല്ല. ഒറ്റ MP ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ ആരിഫ് മാത്രമേ MP ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ ആ ഒരു സ്ഥലത്ത് മാത്രമേ താരതമ്യം നടക്കുമായിരുന്നുള്ളൂ. എന്നിട്ടും പറഞ്ഞ് MP-മാരുടെ പ്രവർത്തനം താരതമ്യപ്പെടുത്തണം. അതവിടെ നടന്നില്ല. പിന്നെ അടുത്തൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. കണ്ണൂരിൽ MP ജയരാജൻ, കണ്ണൂരുകാരുടെ ജയരാജേട്ടൻ സുധാകരനെ മലർത്തിയടിക്കും. മാധ്യമ പ്രമാണിമാർ ഉറപ്പിക്കുകയായിരുന്നത് കണ്ണൂരിൽ സുധാകരൻ തോറ്റിരിക്കും, ജയരാജൻ്റെ കൈ കൊണ്ട് തോറ്റിരിക്കുമെന്ന്. പക്ഷെ സംഭവിച്ചതെന്നാണ് നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്. വടകരയിൽ ശൈലജ മത്സരിക്കുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യം, കഴിവില്ല എന്ന് പറഞ്ഞ് മന്ത്രിസഭയിലെടുക്കാതെ മാറ്റി നിർത്തിയ ശൈലജ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിച്ചിട്ട് പോലും മന്ത്രിസഭയിലേക്ക് പ്രവേശിപ്പിക്കാത്ത ശൈലജ വടകരയിൽ മത്സരിക്കുകയാണ്. നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളതായിരുന്നു ശൈലജയോട് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം. അന്നൊരു മാധ്യമപ്രവർത്തകരും അത് ചോദിച്ചില്ല. കാരണം ശൈലജ അന്ന് ടീച്ചറമ്മയായിരുന്നു. അതായത് TP ചന്ദ്രശേഖരനെ വധിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കപ്പെട്ട ശേഷവും ടീച്ചർ അമ്മ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീ ആ പ്രശ്നത്തോട് എന്ത് സമീപനം സ്വീകരിച്ചെന്ന് ഒരു പത്രപ്രവർത്തനം ചോദിച്ചില്ല. എന്നിട്ടും അവരെ ടീച്ചറമ്മ എന്ന് വാഴ്ത്തിപ്പാഴുകയായിരുന്നു. ഇവരെയാണ് ടീച്ചറമ്മ എന്ന പേരിട്ട് വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കുന്നത്. ഇനി വീണ്ടും കോഴിക്കോടും പാലക്കാടും ആലത്തൂരും എല്ലാം മുൻതൂക്കമാണ്. ആർക്ക്? LDF-ന് മുൻതൂക്കമാണ്. ആലത്തൂരിൽ രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി പോലുള്ള പത്രപ്രവർത്തകർ തുള്ളിച്ചാടുകയാണ്. ഹമ്പിൾ സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ് KSUക്കാർ പണ്ട് കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ ആ രീതിയിലാണ് അവതരിപ്പിച്ചത്. പക്ഷേ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ചോദിക്കാൻ വിട്ടുപോകുന്ന കടമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൻ്റെ ഏറ്റവും പ്രധാന ഘടകം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടെത്തുക എന്നതാണ്. ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന സത്യങ്ങൾ അതിനെപ്പറ്റി ആയിരിക്കണം അഭിപ്രായം തേടേണ്ടത്. നാളെ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെ പെരുപ്പിച്ച് കാണിക്കലല്ല തെരഞ്ഞെടുപ്പ് സർവേ. നാളെ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളെ പെരുപ്പിച്ച് കാണിക്കലല്ല തെരഞ്ഞെടുപ്പ് സർവേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നടക്കുന്ന എല്ലാ പ്രചരണങ്ങളും ഇവിടെ നടന്ന അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് നടന്ന സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് ഇവിടെയും അങ്ങനെ ആകാൻ പോകുന്നു എന്നുള്ള പ്രചരണം മാത്രമാണ്. നമ്മുടെ കൺമുമ്പിലുള്ള ഒത്തിരി സത്യങ്ങളുണ്ട്. സിദ്ധാർത്ഥൻ്റെ മരണം, പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് തേടേണ്ട, അതിൻ്റെ റിയാക്ഷൻ അറിയേണ്ട. വെള്ളത്തിന് വേണ്ടി കേഴുന്ന സിദ്ധാർത്ഥനെ അവർ മറന്നുപോയി. പിന്നെ കാലിയായ സപ്ലൈകോ അലമാരികളുടെ സപ്ലൈകോയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്, എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ടോ എന്നുള്ള പ്രവർത്തനവും ചോദിക്കേണ്ട. മറ്റാരുടെയെങ്കിലും സങ്കുചിത താല്പര്യങ്ങൾ ഇത് കേൾവിക്കാരൻ്റെ അല്ലെ താങ്കളുടെ ചാനലുകൾ കാണുന്നവരെ ശ്രദ്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഈ കാപട്യമാണ് നമ്മുടെ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും പിന്തുടരുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു തെളിവ് ഇന്നത്തെ പത്രത്തിലുള്ളതാണ്. 70 സീറ്റിലെ വിശദവിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 70 സീറ്റിൽ ഏതാനും സീറ്റുകൾ
20% കൂടുതൽ, അല്ലെ 25% വോട്ട് നേടിയ ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞ ഒറ്റ സീറ്റേ ഉള്ളൂ. അത് മട്ടന്നൂരല്ല, പയ്യന്നൂരല്ല, മറ്റത് ധർമ്മടത്താണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ലീഡ്. അതായത് മുൻപ് ഏതോ പെട്ടുപിഴച്ച് മട്ടന്നൂരിൽ നിന്നും ശൈലജ പിണറായി വിജയനേക്കാൾ കൂടുതൽ ലീഡ് നേടിയ ആ തെറ്റ് തിരുത്താൻ ഇത്തവണ മാധ്യമങ്ങൾ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താനായിട്ട് ഉണ്ടാക്കിയ സർവേയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, അതായത് 25.596% ലീഡാണ് പിണറായി വിജയൻ ധർമ്മടത്ത് പറയുന്നത്. പിന്നെ ഉള്ളത് ആറ്റിങ്ങലുണ്ട്, അവിടെ 20% ഉള്ളൂ. ആറ്റിങ്ങൽ 20% മാത്രം കിട്ടുകയാണ് ലീഡ് കിട്ടുന്നത്. പുതുപ്പള്ളിയിൽ പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഏക കൊടുത്തിരിക്കുന്ന 21% മിച്ചം ലീഡാണ് പുതുപ്പള്ളി മാത്രം. ബാക്കി മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ പോലുമില്ല. പിന്നെ ആലത്തൂർ, അതും 20,000 ഉണ്ട്. പക്ഷേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ധർമ്മടം തന്നെയാണ്. അപ്പോൾ ഈ സീറ്റിൻ്റെ അലോട്ട്മെൻറ്റ് കണക്ക് ലീഡ് എത്തിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷയം മനസ്സിലാവും. മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളിൽ പോലും ഇല്ലാത്തത്ര ഭൂരിപക്ഷം അല്ലെങ്കിൽ ശതമാനം ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകളിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഈ കാപട്യം, ഇതിൻ്റെ ബാക്കി റിസൾട്ടൂടെ ഇന്നും നാളെയായി വരും. ഈ കാപട്യം മുഴുവനായി തുറന്നു കാണിക്കാൻ പറ്റും. ഏതൊക്കെ സീറ്റുകളാണ്, ആർക്കൊക്കെയാണ് ഭൂരിപക്ഷം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്, എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരിക്കണതെന്നറിയാം. തൃപ്പൂണിത്തുറ വളരെ തുച്ഛമായ ലീഡാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോ ലീഡുമുണ്ട്. കളമശ്ശേരി പി രാജീവിന് തുച്ഛമായ ലീഡാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മലപ്പുറത്ത് 24% മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തിട്ടുണ്ട്. പയ്യന്നൂർ 21% കൊടുത്തിട്ടുണ്ട്. അപ്പോഴും മുമ്പിൽ 25%മായി അജയ്യനായി പിണറായി വിജയൻ നിൽക്കുകയാണ്. പിണറായി വിജയൻ ഇന്ന് സന്തോഷത്തോടെ പത്രക്കാരെ ചെലവുകയും ഇന്നത്തെ പിണറായി വിജയൻ്റെ മുഖം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ആ ബോഡി ലാംഗ്വേജ് കൊണ്ട് അറിയാൻ പറ്റും. കാപട്യവും കള്ളത്തരവും നിറഞ്ഞ കണക്കുകൾ കമ്പൈൽ ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി, ഈ സർവേ സമ്പ്രദായം ശാസ്ത്രീയമായി നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ഇത് പ്രൊപ്പഗാൻഡ, ഒരു പ്രചരണം, പരസ്യം എന്ന് പറഞ്ഞൊരു കോളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വായിക്കുന്നവർക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഇത്തരം സർവേകളെ പൂർണ്ണ പുച്ഛത്തോടെ തള്ളിക്കളയണം എന്ന് അഭ്യർത്ഥിക്കുന്നു.